അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 4ാം ക്ലാസ്സിലെ താരീഖിന്റെ മുഴുവൻ റിവിഷൻ നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ പാഠങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കേട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മോഡൽ ചോദ്യപേപ്പർ നോക്കേണ്ടത്. അതെല്ലാവരും കേൾക്കാത്തവരത് കേട്ടിട്ട് ഇത് പഠിക്കാം. അത് പഠിച്ചതിന് ശേഷം ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കാം. യോജിച്ചവ ചേർക്കാം. ഒന്നാമത്തത് ഹിജ്റ, പിന്നെ രണ്ടാമത്തത് എന്താണ്? മസ്ജിദുൽ അഖ്സ, ഒന്നാം അഖബ ഉടമ്പടി, പിന്നെ രണ്ടാം അഖബ ഉടമ്പടി, ഉപരോധം, നജാഷി, ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇപ്പുറത്ത് ഉത്തരങ്ങളുണ്ട്. നുബുവത്തിന്റെ 13ാം വർഷം അസ്ഹിമത്ത്, നുബുവത്തിന്റെ 12ാം വർഷം സൗർ ഗുഹ, ഫലസ്തീൻ്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിയിട്ടുണ്ട്, എത്യോപ്യ 3 വർഷം. അപ്പോൾ ഹിജ്റ അതിൽ ഏറ്റവും സൂട്ടബിളായ ഉത്തരം ഏതാണ്? സൗർ ഗുഹ അല്ലെ. ഹിജ്റ പോകുമ്പോഴാണ് സൗർ ഗുഹയിൽ നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒളിഞ്ഞിരുന്നത്. രണ്ടാമത്തെ ചോദ്യം മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ എവിടെയാണ്? ഫലസ്തീൻ. ഇവിടെ ത്വ ആണ് വേണ്ടത്, താ ആയി പോയിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം ഒന്നാം അഖബ ഉടമ്പടി. 2 ഉടമ്പടിയുള്ളത്. അതിൻ്റെ വർഷം ഇങ്ങനെ നോട്ട് ചെയ്താൽ മതി. 12-13. ഒന്നാം അഖബ 12, രണ്ടാം അഖബ 13. ഇപ്പം നുബുവത്തിൻ്റെ 12ാം വർഷം ഒന്നാം അഖബ, അടുത്ത രണ്ടാം അഖബ നുബുവത്തിൻ്റെ 13ാം വർഷം. അടുത്തത് ഉപരോധം എത്ര വർഷമായിരുന്നു? 3 വർഷം. അടുത്തത് നജാഷി ആരാണ്? അസ്ഹിമത്ത് എന്നാണ് അവരുടെ പേര്. അടുത്തത് ആദ്യത്തെ പാലായനം എവിടേക്കായിരുന്നു? എത്യോപ്യ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. പൂർത്തിയാക്കാം. അവർക്ക് മക്കയിലെ വിവരങ്ങൾ എത്തിച്ചു തരുന്നത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ. അത് പഠിക്കാനായി ഞാൻ ട്രിക്ക് പറഞ്ഞു. നബിൻ്റെ ഉപ്പാൻ്റെ പേര് ഓർത്തു മതി. ആരാണത്? അബ്ദുള്ള റളിയല്ലാഹു അൻഹു അല്ലേ. നബിൻ്റെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുള്ള. നബിൻ്റെ ഉപ്പാൻ്റെ പേര് അബ്ദുള്ള അല്ലേ. അതേപോലെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകനാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അടുത്തത് ഇനാമിൽ കണ്ണുവെച്ച് അവരിൽ നിന്ന് പലരും തിരഞ്ഞു ഡാഷ്. എന്താ? തിരഞ്ഞ് സൗർ ഗുഹയുടെ അടുത്തുവരെ എത്തി. എന്താ വായിക്കണ്ടത്? സൗർ ഗുഹയുടെ അടുത്തുവരെ എത്തി. അടുത്ത ചോദ്യം ഡാഷ് തൻ്റെ വിരിപ്പിൽ കിടന്നുറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു. അത് നമ്മൾ ഓർത്തു വെക്കാൻ എന്താ പറഞ്ഞത്? നബിൻ്റെ പുതിയാപ്പിള ആരാന്ന് ആലോചിച്ചാൽ മതി. ആരാണ്? അലി റളിയല്ലാഹു അൻഹു. കണ്ടില്ലേ, അലി എന്നെങ്ങനെ എഴുതി നോക്കുക? അലി റളിയല്ലാഹു അൻഹു. അടുത്ത ചോദ്യം ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ താങ്കളുടെ അനുയായികളെയും ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾ എങ്ങനെ എഴുതാൻ നോക്കുക? ഞങ്ങൾ സംരക്ഷിക്കും. കണ്ടോ? സംരക്ഷിക്കും, അതാണ് അവിടെ ഉത്തരം. അപ്പം അത് മുഴുവനായിട്ട് എഴുതാൻ പഠിക്കാം. അടുത്തത് എണ്ണം എഴുതാനാണ് അല്ലേ. എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ ആരാണ്? എത്രയാണ്? 14. 10-4 അല്ലേ. 10 മണിയും 4 മിനിറ്റും 10-4. 10 പുരുഷന്മാരും 4 സ്ത്രീകളും. അടുത്തത് രണ്ടാം അഖബ ഉടമ്പടി ചെയ്ത പുരുഷന്മാർ എത്രയാണ്? 73. 73 എന്ന് പറയുമ്പോൾ പുരുഷന്മാർ 73ഉം 2 സ്ത്രീകളും. അടുത്ത് ഹിജ്റയിൽ എത്ര ദിവസം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുബായിൽ എത്തിച്ചേർന്നത്? എത്രയാണ്? 8 ദിവസം. ഇതുപോലെ എണ്ണ എഴുതുക എന്ന് പറഞ്ഞ ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് വരും. അപ്പോൾ എണ്ണങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുക? നന്നായി പഠിക്കുക. അടുത്ത ഉത്തരം എഴുതാം. രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത മദീനയിലെ പ്രധാന കുടുംബങ്ങൾ ഏതെല്ലാം? എല്ലാവർക്കും അറിയേണ്ട ഉത്തരം ഔസ് ഖസറജ് ആണ്. പക്ഷെ എഴുതുമ്പോൾ സ്പെല്ലിങ് തെറ്റിക്കരുത്. ഔസ് എങ്ങനെ എഴുതാൻ നോക്കുക? ഔസ് ഖസറജ്. കണ്ടോ? ഔസ് ഖസറജ്. അടുത്തത് ഇസ്രാ എന്നാൽ എന്ത്? അരക്കൊല്ല പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണിത്. ഇസ്രാ എന്നാൽ എന്ത്? മിറാജ് എന്നാൽ എന്ത്? ഇസ്രാ എന്ന് പറഞ്ഞാൽ എന്താ? മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മസ്ജിദുൽ അഖ്സയിൽ എത്തിയതിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. ഈ യാത്ര എന്നൊന്നും വേണമെന്നില്ല. മസ്ജിദുൽ ഹറാമിൽ നിന്നാണെന്നും വേണ്ട, നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മസ്ജിദുൽ അഖ്സയിൽ എത്തിയതിന് ഇസ്രാ എന്ന് പറയുന്നു. അടുത്ത ചോദ്യം
തായിഫ് എന്നെഴുതിയാണ്, ത്വായിഫാ വേണ്ടി കേട്ടോ. അവിടെയും സ്പെല്ലിംഗ് ഉണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ത്വായിഫിൽ നിന്ന് പിന്നെ മക്കയിലേക്കുള്ള ദൂരം എത്ര? 91 കിലോമീറ്റർ അല്ലേ. അടുത്തത് ഹിജറ എത്രാം വർഷമാണ് നജാഷി രാജാവ് വഫാത്തായത്? 9-ാം വർഷം. നുബുവത്തിന്റെ 5-ാം വർഷം റജബ് മാസത്തിലായിരുന്നു ഇത്. ഏത്? ഇങ്ങനത്തെ ചോദ്യം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം. പരീക്ഷയ്ക്ക് ചോദ്യം ടഫാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ നുബുവത്തിന്റെ 5 ഇവിടെ പറഞ്ഞത്. അപ്പൊ നുബുവത്തിന്റെ 10 എന്താണെന്ന് ആലോചിക്കുക. നുബുവത്തിന്റെ 10 നമുക്ക് ഓർമ്മയുണ്ട്. എന്താണ്? ആമുൽ ഹുസ്ന്, ബഹുമാനപ്പെട്ട ഖദീജ ബിയൊക്കെ വഫാത്തായത് അല്ലേ. നുബുവത്തിന്റെ 12ഉം 13ഉം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ എന്താണ് ഈ പറയുന്നത്? നുബുവത്തിന്റെ 5 അപ്പൊ അതിൻ്റെയൊക്കെ മുമ്പാണ്. അങ്ങനെ ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുമ്പോൾ പിടുത്തം കിട്ടും. ഇത് കുറേ മുന്നേ പറഞ്ഞതാണ്. അപ്പൊ എന്താണിത്? അതെന്താ? നുബുവത്തിന്റെ 5-ാം വർഷം റജബ് മാസത്തിലായിരുന്നു അത്. ഏത്? എത്യോപ്യയിലേക്ക് പോയത്. കണ്ടോ? എത്യോപ്യയിലേക്ക് പോയത്. അപ്പൊ നമ്മൾ ആ ടൈം ലൈന് നമുക്ക് നന്നായി ഓർമ്മ വേണം. അവസാനത്തെ പാഠത്തിലെ ആ മാസങ്ങളുണ്ടല്ലോ, ഓരോ വർഷങ്ങൾ, അത് നന്നായി പഠിക്കുക. അപ്പൊ അത് നന്നായി പഠിക്കണം കേട്ടോ. അടുത്ത് അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു. ആരാണ് പറഞ്ഞത്? ആരാ പറഞ്ഞത്? ജിബിരീൽ അലൈഹിസ്സലാം. നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങയുടെ വേദന. ഇവിടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വേറൊരു ചോദ്യം വന്നീന്. ഒരു മരച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ ജിബിരി അലൈഹിസ്സലാം അങ്ങയുടെ വേദന അള്ളാഹു ഡാഷ് കണ്ടിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നത്. ഇവിടെ മോഡൽ എക്സാമിൽ എന്താ ഉള്ളത്? ആരാണ് പറഞ്ഞത്? ആരാ പറഞ്ഞത്? ജിബിരീൽ അലൈഹിസ്സലാം. അടുത്തത് അരുത്, അങ്ങനെ ചെയ്യരുത്. അതാരാ പറഞ്ഞത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അടുത്ത് ഓരോ കുടുംബത്തിലെയും ഓരോരുത്തരും ആയുധമായി വീട് വളയുക. അത് നമ്മൾ ആരാ പറഞ്ഞത്? അത് നബിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞ ആൾക്കാരാണ്. അതാരാണ്? അബൂ ജഹൽ അല്ലെ. അബൂ ജഹലാണ് അത് പറഞ്ഞത്. അടുത്തത് ലാ തഹസൻ ഇന്നല്ലാഹ മഅന. അതാരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത് അല്ലേ. ആരാ പറഞ്ഞ എഴുതാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും എഴുതാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല. അപ്പൊ നബി തങ്ങൾ ആരോടാണ് പറഞ്ഞത്? ജിബിരീൽ അലൈഹിസ്സലാമിനോടാണ് പറഞ്ഞത്. എവിടെ വെച്ചിട്ടാ പറഞ്ഞത്? സൗറു ഗുഹയിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായി പഠിക്കുക. ഇവിടെ കണ്ടില്ലേ, ലാ തഹസൻ ഇന്നല്ലാഹ മഅന. എന്തായാലും അർത്ഥം? ദുഃഖിക്കേണ്ട, അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട്. പിന്നെ മസ്ജിദ് ഖുബാ എന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഈ ടൈം ലൈൻ നിങ്ങൾ നന്നായി പഠിക്കണം. ഏത്? ഇവിടെ നുബുവത്തിന്റെ 10-ാം വർഷം, പിന്നെ നുബുവത്തിന്റെ 11 ഇസ്രാവും മീറാജും, നുബുവത്തിന്റെ 12 1-ാം അഖബ, നുബുവത്തിന്റെ 13 2-ാം അഖബ, നുബുവത്തിന്റെ 14 റബീഉൽ അവ്വൽ മാസം നബി തങ്ങൾ മദീനയിലേക്ക് എത്തിച്ചേർന്നു കേട്ടോ. 14 നമ്മൾ അങ്ങനെ അത്ര ഓർത്തിട്ടില്ല, അത് ഓർക്കുക. പിന്നെ മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ഖുബാ നിർമ്മിച്ചു. ഓക്കെ.